തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. കാണിക്കുന്ന അഹങ്കാരം ചെറുതായാലും വലുതായാലും റോഡിൽ ഇറങ്ങി എന്തേലുമൊക്കെ ഒപ്പിച്ചു കൂട്ടിയാൽ അതിന് പിന്നാലെ പണി വരിക തന്നെ ചെയ്യും. റിപ്പോർട്ടിലേക്ക് പോകാം. ഒരു 2 വീലറിൽ 4 പേർ, തലയിൽ ഹെൽമറ്റ് ഇല്ല, AI ക്യാമറ മുന്നിലുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നൊരു തോന്നലുണ്ടായി. എന്ത് ചെയ്യും? കാണിച്ചത് അതിബുദ്ധിയാണ്. പക്ഷേ ഈ അതിബുദ്ധിയൊക്കെ കാണിച്ചുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ MVD പിടിക്കുകയും ചെയ്യൂ, കസ്റ്റഡിയിലുമായി. എന്താണ് സംഭവം എന്ന് നോക്കാം. നിയമലംഘനം 1. തലയിൽ ഹെൽമറ്റ് ഇല്ല. നിയമലംഘനം 2. 2 പേർക്ക് മാത്രം പോകാൻ പറ്റുന്ന വണ്ടിയിൽ 4 പേരെ കയറ്റി. നിയമലംഘനം 3. വണ്ടി ഓടിച്ച ഒരാൾക്ക് ലൈസൻസ് ഇല്ല. പോരാത്തതിന് MVDയുടെ പിടിയിലാകാതിരിക്കാൻ നമ്പർ പ്ലേറ്റും മറച്ചു. കോഴിക്കോട് ചേവരമ്പലം AI ക്യാമറയിലാണ് ഈ ബിരുദന്മാരുടെ മനോഹരമായ ചിത്രങ്ങൾ പതിഞ്ഞത്. ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് സംഭവം. 10 പേർക്ക് പോകാനായി 3 2 വീലർ മാത്രം. ഒന്നിൽ 4 പേരും 2ൽ 3 പേർ വീതവും. 2 പേർ ഹെൽമറ്റ് ധരിച്ച് മാതൃക കാട്ടിയെങ്കിലും മൂന്നാമന് കാര്യങ്ങൾ തെറ്റി. അങ്ങനെ 19കാരനായ ധൻജിത്തിനെ MVDക്ക് കാര്യമായി ഉപദേശിക്കേണ്ടി വന്നു. 14,000 രൂപ പിഴയും ചുമത്തി. MVD നടത്തിയ ലോക്കൽ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. സ്മാർട്ട്നെസ് ഒക്കെ ആവാം, പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് MVDക്ക് പറയാനുള്ളത്. സാർ, പിള്ളേരുടെ വലിയൊരു ടാക്ടിക് മൂവ് ആയിരുന്നു അല്ലേ? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇപ്പോൾ AI ക്യാമറ വന്നതിന് ശേഷം ഒത്തിരി കേസുകൾ നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ആൾമോസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു ട്രെൻഡ് തന്നെയെന്ന് പറയാം. ട്രിപ്പിൾസ് പോകുന്നത്, നമ്പർ മാസ്ക് ചെയ്യുന്നത്, അതൊരു ഫാഷനായിട്ട് വരികയാണ്. അവർക്ക് ഒന്നാമതായി ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ നിവർത്തിയില്ല. മന്ത്രി സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ഈ മാസ്കിങ് കേസുകളും ട്രിപ്പിൾ കേസുകളും സ്ട്രിക്റ്റായിട്ട് വാച്ച് ചെയ്യണം, പിടിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഒന്നും മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. MVD നമുക്കൊപ്പം ഉണ്ട്. ക്യാമറമാൻ ഷിജിൻ അരിപ്പറ്റയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്. അഖില CP തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഖില, അതേ ഈ അഖിലയുടെ സ്റ്റോറിയുടെ ഏറ്റവും അവസാനവും ബോധവൽക്കരണമാണ് നൽകുന്നത്. എത്രയെത്ര ബോധവൽക്കരണം നൽകിയാൽ എന്താ, ഇങ്ങനെയുള്ള ടീംസ് ഒക്കെ ഇപ്പോഴും നാട്ടിലുള്ളിടത്തോളം കാലം MVDക്ക് ഇങ്ങനെ പണി കൂടിക്കൊണ്ടിരിക്കും. കാണിച്ചത് അതിബുദ്ധിയാണ്, ബുദ്ധിയുള്ള പിള്ളേരാണ്. ആ അതിബുദ്ധി നല്ല ബുദ്ധിയാക്കി മാറ്റിയ ജീവിതത്തിൽ നേരെയൊക്കെ മുന്നിലോട്ട് പോകാൻ പറ്റുമല്ലേ? അത്രയ്ക്കുണ്ടല്ലോ തലയിൽ. തീർച്ചയായും പൂജ, നമ്മളൊന്നും ഇപ്പോൾ ലംഘനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുക്കാൻ മറക്കും, അല്ലെങ്കിൽ അത് ധരിക്കാൻ മറക്കും. പക്ഷേ നമ്മളത് ഇത്ര അതിബുദ്ധി കാണിക്കാറില്ല എന്നതാണ്. അതായത് ആ ഫോട്ടോ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര നിയമലംഘനങ്ങളാണ്. ഒന്ന്, രണ്ടാമത്തെ ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. ഒരു ബൈക്കിൽ മാത്രം 4 പേരാണ്. അങ്ങനെ 3 വണ്ടിയിലാണ് 10 പേർ മാത്രം പോകുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ നിയമലംഘനങ്ങളാണ് നടത്തുന്നത്. പിന്നെ ഒരാൾക്കെന്ന് പറയുന്നത് 19കാരനായിട്ടുള്ള ഒരാൾക്ക് ലൈസൻസും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ അതും തെറ്റ് ചെയ്തോട്ടെ, പക്ഷെ അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു കുറ്റകൃത്യമാണ്. അപ്പോൾ MVDയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പം അതിനായിട്ടുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് MVD പറയുന്നത്. എന്നാലും ഈ നമ്പർ പ്ലേറ്റ് മറച്ചിട്ടൊന്നും കാര്യമില്ല. MVD നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അവർ നടത്തിയ ലോക്കൽ അന്വേഷണത്തിൽ എല്ലാവരും പിടിയിലായിട്ടുണ്ട്. അവരെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും 14,000 രൂപ പിഴയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഒന്ന് മറച്ചു എന്ന് കരുതിയിട്ട് ആരും നമ്മളെ പിടിക്കാതിരിക്കുന്നില്ല. അപ്പോൾ ബോധവൽക്കരണമാണ് മെയിൻ. ഹെൽമെറ്റ് ധരിക്കുക. ഒരു വാഹനത്തിൽ 2 പേരെ മാത്രം കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ MVDക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശരി അഖില.